ഇന്ന് നമ്മുടെ ചെറിയ തോട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മുടെ വിങ്കാർ റോസ് ഉണ്ട്. വിങ്കാർ റോസിൻ്റെ കൂമ്പ് നുള്ളിക്കൊടുത്തിട്ട് ബ്രാഞ്ചുകൾ വന്നിട്ടുണ്ട്, പല ശിഖരങ്ങൾ വന്നിരിക്കുന്നു, ബുഷായിട്ടുണ്ട് വിങ്കാർ റോസ്. പിന്നെ ഇതിൽ ബുഷായിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും ഇതിൽ കുറച്ച് പുല്ലുകളൊക്കെ വളർന്നിട്ടുണ്ട്. അത് കളയട്ടെ ഞാൻ. കുഞ്ഞു കുഞ്ഞു പുല്ലുകൾ ഇലച്ചെടികളൊക്കെ നല്ല ഭംഗിയായിട്ട് നിൽക്കണം. ഇലച്ചെടിക്കൊക്കെ നല്ല കളറായിട്ടുണ്ട്. ഇലച്ചെടികളൊക്കെ ഒരു സൈഡിലോട്ട്, ഈ സൈഡിലോട്ട് ഇലച്ചെടികളൊക്കെ മാറ്റി വെച്ച്. ഗ്രൗണ്ട് ഓർക്കിഡിൽ പൂവ് അങ്ങനെ ഉണ്ടാവണില്ല. ഇത് ബുഷായിട്ട് നിൽക്കുന്നുണ്ട്, പൂവ് ഉണ്ടാവണില്ല. എന്താണെന്നറിയില്ല. ആ വെള്ള ഗ്രൗണ്ട് ഓർക്കിടുമ്പോൾ പൂവുണ്ടാവുന്നുണ്ട്, ഇതും അങ്ങനെ പൂവുണ്ടാവണില്ല. ഇത് ഞാൻ ഒപ്പം വെട്ടി നിർത്തി അങ്ങനെയാണ് സ്പൈഡർ പ്ലാന്റ്. പിന്നെ ബോഗൻവില്ലയുടെ അന്നത്തെ പണ്ടത്തെ ചെടി തട്ടതാണിത്. ഇത് മാറ്റി തട്ടിട്ടില്ല. ഇത് മാറ്റി തന്നെങ്കിലേ ഇതിൻ്റെ അടിയിൽ വേര് അധികം വന്നിട്ടുണ്ടാവില്ല, ഇല വന്നിട്ടുണ്ടാവുമെങ്കിലും. അന്ന് നട്ട എല്ലാം പിടിച്ചിട്ടില്ല, ഒരു 2-3 എണ്ണം പിടിച്ചിട്ടുണ്ട്. എന്താ ഇതിന് ഞാനൊരു പൂ വന്നിട്ട് മാറ്റി നടാന്ന് ഓർത്താണ്. പൂ വന്നാൽ മാറ്റി നടുമ്പോൾ ഇത് വേര് പിടിച്ചിട്ടുണ്ടാവുള്ളൂ. ഇല നല്ല പോലെ വന്നിട്ടുണ്ട്. ഒരു മാസത്തിൽ കൂടുതലായിട്ടുണ്ട് ഇതിങ്ങനെ പിടിച്ച് നിൽക്കുന്നത്. പിന്നെ ഇത് ഈ കൊങ്ങിണിപ്പൂവിൻ്റെ ഞാനൊരു കമ്പ് കുത്തി കൊടുത്തിട്ട് കൊങ്ങിണിപ്പൂവ് ഇങ്ങനെ ഒരു മഞ്ഞ കൊങ്ങിണിപ്പൂവ് ഒരു തൈ മാത്രമുള്ളൂ, ഒരു ചട്ടിൽ മാത്രമുള്ളൂ. അങ്ങനെ കുത്തി കൊടുത്തിട്ട് പിടിച്ചിട്ടുണ്ട്. ഏത് കളറാണെന്ന് അറിയില്ല, 2 കളറുണ്ട്. ഇതും ചെറുതായിട്ട് പൊടിച്ച് വരുന്നുണ്ട്. താമരക്കുളത്തിൽ ഇലകളൊക്കെ കൂടി വന്നിട്ടുണ്ട്. പെട്ടെന്ന് ഇലയായി. ഇത് നല്ല ട്യൂബറായിരുന്നു, അതാണ് ഇങ്ങനെ വേഗം പിടിച്ചത്. ഇതിൽ ഇത്തിരി പച്ച വെള്ളമായിട്ട് കിടക്കുന്നത്. ഇതിൽ ഇത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കണം. ആ ചേച്ചി പറഞ്ഞ് 3-4 ഇല വന്നു കഴിഞ്ഞാൽ പിന്നെ പൂവുണ്ടായി തുടങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പൂവ് വന്നിട്ടില്ല. പൂവിന് വേണ്ടി നോക്കിയിരിക്കണം. എല്ലാ ദിവസവും പൂവ് വന്നിട്ടുണ്ടാവുമെന്ന് നോക്കിയിരിക്കലാണ്. പിന്നെ കുറച്ച് വളം ഇട്ട് കൊടുത്തിട്ടാണ് ഒരു പേപ്പറിൽ പൊതിഞ്ഞ്, ഇവിടെ മീനിൻ്റെ വളം ഉണ്ടായിരുന്നല്ലോ, മീൻ പൊടിഞ്ഞ വളം ഉണ്ടായിരുന്നു, അത് ഒരു പേപ്പറിൽ പൊതിഞ്ഞ് ഇതിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. പേപ്പറിൽ പൊതിഞ്ഞ് വെച്ചെടുക്കാൻ പാടുള്ളതെന്നാണ് പറയുന്നത് ഇതിൽ വളങ്ങളൊക്കെ. പിന്നെ ഡാപ്പ് വളം ഇട്ട് കൊടുക്കാൻ പറഞ്ഞ ചേച്ചി, ഡാപ്പ്. പക്ഷെ ഞങ്ങൾക്കൊരു ചെടി മാത്രമുള്ളല്ലോ. പിന്നെ ഇതിലത്തും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാമെന്ന് ഓർത്താണ്. വെള്ളം കുറച്ച് പറ്റിയിട്ടുണ്ട്. പയ്യെ ഒഴിച്ചു കൊടുക്കണം. വെള്ളം കലങ്ങാണ്ട് ഒഴിച്ചു കൊടുക്കണം. നല്ല വെയിൽ വേണ്ട ചെടികളാണ് ഇതൊക്കെ, താമരയൊക്കെ. ആ ചേച്ചിയോട് ഞാൻ വേറെ താമരയുടെ ട്യൂബർ ചോദിച്ചിട്ടുണ്ട്. അവരുടെ വീട്ടിൽ വേറെ 2-3 ട്യൂബറും വേറെ പല കളറുള്ള താമരകളുണ്ട്. മതി. ഇവിടെ വെയിലായാലും പെട്ടെന്ന് വറ്റിപ്പോകും. പിന്നെ ഈ തുളസി ഇവിടെ വെറുതെ മുളച്ചതാണ് കേട്ടോ. ഇതിപ്പോൾ എപ്പോഴും കൂമ്പ് നുള്ളിക്കൊടുത്ത് ഇതിപ്പോൾ ബുഷായിട്ട് നിൽക്കുന്ന തുളസി. അടീനിയത്തിൻ്റെ ചെടിയാണ് വെച്ച് കൊടുത്താക്കണത്. മതിലിൻ്റെ മേലോട്ട് ഈ സൈഡിലോട്ട് വെച്ചാക്കണത്. പൊങ്ങി വന്നുള്ളൂ. പിന്നെ ബിഗോണിയുടെ ചെടി നട്ടതാണിത്. ഇത് പണ്ടത്തെ ബിഗോണിയാണ്. സ്നേക്ക് പ്ലാന്റിൻ്റെ എല്ലാവർക്കും നല്ല വലുതായി, ഒരുവിധം വലുതായിട്ടുണ്ട് സ്നേക്ക് പ്ലാന്റിൻ്റെ എല്ലാം. ഈ ചെടിക്ക് പൊക്കം വെച്ച് വരെയാണ്. പിന്നെ ചട്ടിയിൽ വെച്ച് അങ്ങനെ നല്ല ബുഷായിട്ട് വരുന്നുണ്ട്. ഇതിലെപ്പോഴും ഒരു നനവ് നിൽക്കും. ഈ മൺചട്ടിയിൽ ചെറിയൊരു ഹോളുള്ള താഴ്ത്തു, കാരണം എപ്പോഴും നനവ് നിൽക്കണ കാരണം ഇത് അങ്ങനെ ഉണ്ടെങ്കിൽ ഡ്രൈ ആയിട്ട് നിൽക്കില്ല. അപ്പോൾ നല്ല രീതിയിൽ വരുന്നുണ്ട് ഇത്.
പിന്നെ ഓർക്കിഡിനൊക്കെ നമ്മൾ ഇവിടെ വെച്ചത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഓർക്കിഡൊക്കെ കണ്ട ഇതൊക്കെ ഞാൻ തേങ്ങ വെള്ളം ഒഴിച്ച് കൊടുക്കാറുണ്ട്. തേങ്ങ വെള്ളത്തിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. പീശയൊക്കെ പൂവിട്ട് നിൽക്കണം. ഇപ്പുറം ഹാങ്ങാക്കിയെന്ന് പറഞ്ഞില്ലേ, അതൊക്കെ പൂവിട്ടിരിക്കണം. എല്ലാത്തുമ്മയും പൂവുണ്ട്. ഇപ്പം ഇങ്ങനെ അധികം പൊക്കത്തിലല്ലാണ്ട് ഹാങ്ങാക്കിക്കണ കാരണം നമുക്ക് കാണാം ഇത്. അത് നേരത്തെ വെച്ച് ഇത്തിരി പൊക്കത്തിലായിരുന്നു. ഇപ്പം നമുക്ക് ഇതിൻ്റെ പൂവ് അങ്ങനെ കാണാൻ പറ്റില്ലായിരുന്നു. ഇപ്പോഴാണ് ഇതിൻ്റെ ഭംഗി ശരിക്കും അറിയണത്. പീശയുടെ ഒരു മഞ്ഞ കളറുണ്ട്, പക്ഷെ അത് ഞാൻ പലയിടത്ത് അന്വേഷിച്ചിട്ട് കിട്ടിയിട്ടില്ല. ഈ കളറുകളാണ് എപ്പോഴും കാണുന്നത്. പീശയുടെ ചുവപ്പ് ഇതിൻ്റെ ഇല കാണാൻ നല്ല ഭംഗിയായിട്ടാണ്. നമ്മുടെ എന്നാലും 2-3 വെറൈറ്റികളുണ്ട് ഇവിടെ. പക്ഷെ പല വെറൈറ്റികളുണ്ട്. നമ്മൾ നേഴ്സറികളുടെ ഗാർഡൻ ടൂറൊക്കെ കാണുമ്പോൾ ചില ആളുകൾക്ക് പീശത്തിന് ഇഷ്ടം പോലെ വെറൈറ്റികൾ നിൽക്കുന്നതാണ്. പിന്നൊരു ബിഗോണിയ ഞാനിവിടെ അന്നൊരു കൊമ്പ് വെച്ച് പിടിപ്പിച്ചതാണ്. അത് പറിച്ച് ഒപ്പം വെട്ടി കളഞ്ഞപ്പോഴേക്ക് അപ്പോൾ ഇതിവിടെ പിടിച്ചിട്ടുണ്ട്. പിന്നെ ഈ പെൻഡാസ് ഞാൻ പൂവുള്ള പെൻഡാസൊക്കെ ഫ്രണ്ടിലോട്ടാക്കി വെച്ച്. പിന്നെ പെൻഡാസ് അപ്പോൾ ഇവിടെ വരുമ്പോൾ നമുക്ക് ചിത്രശലഭങ്ങളൊക്കെ ഇവിടെ വന്നിരിക്കുമ്പോൾ കാണാം. നമുക്ക് ആ സൈഡിലാകുമ്പോൾ ഇതിൽ തേൻ കുടിക്കാൻ പറ്റുന്ന ചിത്രശലഭങ്ങളൊന്നും കാണാൻ പറ്റില്ല. ഇവിടെ ആകുമ്പോൾ നോക്കുമ്പോൾ കാണാം. ഞാനെപ്പോഴും ചോദിക്കും, അത് ഇപ്പോൾ ചിത്രശലഭങ്ങളൊന്നും കാണാറില്ലല്ലോ എന്നൊക്കെ പറയാറുണ്ട്. അപ്പോഴാണ് ഇവിടെ വെക്കുമ്പോൾ നമുക്ക് കാണാം. അവിടെ വെക്കുമ്പോൾ അതുങ്ങൾ വന്ന സമയത്ത് നമ്മുടെ ഈ ഫ്രണ്ടിലുണ്ടെങ്കിലല്ലേ കാണാൻ പറ്റുള്ളൂ. ഇവിടെ വെക്കുമ്പോൾ നമുക്ക് ചിത്രശലഭങ്ങളൊക്കെ കാണാൻ പറ്റും. നമ്മൾ വീടിൻ്റെ ആ സൈഡിൽ വെച്ചിരുന്നപ്പോൾ ചിത്രശലഭങ്ങൾ വന്നിരിക്കണം നമുക്ക് കാണാൻ പറ്റില്ല. കാരണം നമ്മളെപ്പോഴും ഇവിടെ നോക്കിയിരിക്കില്ലല്ലോ. ഉച്ച സമയത്തൊക്കെ നമ്മൾ ഈ സിറ്റ് ഔട്ടിൽ വന്നിരിക്കുമ്പോൾ ഇവിടെ ഈ ഇതിൽ ചിത്രശലഭങ്ങളൊക്കെ വന്നിരിക്കണ കാണാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ചിത്രശലഭങ്ങൾ വന്നിരിക്കുന്നത്. കൊങ്ങിണി പോകുമ്പോൾ നിറച്ച് പൂവായിട്ട് കേട്ടത് ഇതുമ്മ. ഇത് മഞ്ഞക്കൊങ്ങിണിയാണ്. മഞ്ഞക്കൊങ്ങിണി നിറച്ച് മുട്ടിട്ടൊക്കെയാണ്. പിന്നെ ഇതിൻ്റെ ഈ ചെത്തിയുണ്ട ഞാൻ പറഞ്ഞ ഒരു ചേച്ചി തന്നതെന്ന് പറഞ്ഞാൽ ഈ ചെത്തിയുടെ ശിഖരങ്ങളൊക്കെ ഞാൻ നുള്ളി കൊടുത്തിട്ട് വീണ്ടും ശിഖരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഉണ്ടോ ഒരു ശിഖരം നുള്ളി കൊടുത്താൽ 2 ശിഖരങ്ങളായിട്ട് വരും. ഇതും ഒരു മുട്ട വരാറായിട്ടുണ്ട്. ചെത്തി വക സാധനങ്ങളൊക്കെ എപ്പോഴും നല്ല പൂവുണ്ടായിട്ട് നിൽക്കുന്ന ചെടികളാണ്. ഞാനെന്നാൽ ചുവന്ന ചെത്തി ഇവിടെ ഉണ്ടായിരുന്നല്ലോ, അത് മതിലിൻ്റെ അപ്പുറത്തോട്ട് മാറ്റി വെച്ചിട്ട് ഉപ്പുവെള്ളത്തിന് അത് പോയി. നല്ലൊരു ചെത്തിയായിരുന്നു. കുറേ പിടിച്ചൊന്ന് പൂവിട്ടൊക്കെ വന്നതാണ്. മതിലിൻ്റെ അപ്പുറത്തോട്ട് വെക്കാൻ പറ്റില്ല. മതിലിൻ്റെ അപ്പുറത്തുള്ള ചെമ്പരത്തിയൊന്നും പോയില്ല കേട്ടോ. ചെമ്പരത്തി നന്നാവും. നമ്മുടെ ഈ ചെടി വീണ്ടും ബുഷായിക്കണം. ഞാൻ അന്ന് വെട്ടിയതാണ്, വീണ്ടും ബുഷായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ കാഴ്ചകൾ ഇത്രയോളം കേട്ടോ. അടുത്ത വീഡിയോയുടെ അടുത്ത ദിവസം കാണാം.